മൺസൂൺ തുടങ്ങിയ പിന്നെ എല്ലാവരുടെ മനസ്സിലും സന്തോഷമാണല്ലേ. എല്ലാവരും പുതിയ പുതിയ യാത്രകളിലാണ്, പുതിയ പുതിയ സ്ഥലങ്ങൾ. നമ്മുടെ നാട്ടിൽ പച്ചപ്പിൽ മൂടി നിൽക്കുന്ന പാടങ്ങളും കുളങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എടക്കാനത്തെക്കുറിച്ച് കേൾക്കാനിടയത്. മേ ബി വി ആർ ദ ലാസ്റ്റ് പീപ്പിൾ ടു ഹിയർ അബൌട്ട് എടക്കാനം. Every layer of your soul is better than the one before. Honestly, you were so unexpected, even on the darker days. എടക്കാനം ഈസ് ഓൾമോസ്റ്റ് 60 കിലോമീറ്റേഴ്സ് ഫ്രം കണ്ണൂർ. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. മട്ടന്നൂരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വരുമ്പോൾ കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്താലാണ് നമുക്ക് എടക്കാനം എത്തിപ്പെടാൻ പറ്റുക. എടക്കാനം ഈസ് സീംലെസ്ലി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ മുങ്ങിക്കിടക്കുന്ന ഒരു പ്ലേസ് ആണെന്നാണ് ഇവിടെ കുറച്ച് പിള്ളേരെ കണ്ടാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിപ്പോയി, ഒരു 8 മണിക്കാണ് എത്തിയത്. ബട്ട് like I dreamed you were. No, it isn't fiction. I don't have to wish it, 'cause you're right. പിന്നെ എടക്കാനം നൽകുന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഈ ബാക്കിയുള്ളൊരു പുഴക്കര എന്നുള്ളതിലുപരി ഈ ഒരു റിവർ ബാങ്ക്സിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട്. ഇങ്ങനെ തട്ടായിട്ടുള്ള ഫുള്ള് പച്ചപ്പിൽ മുങ്ങിയിട്ടുള്ള ഒരുപാട്. മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മളിത് നമ്മുടെ നാടാണോ എന്ന് തോന്നിക്കാതെ, നമ്മളിപ്പോൾ തേക്കടിയിലൊക്കെ കാണുന്ന വിഷ്വൽസില്ലേ, ചില ഫോട്ടോസിലൊക്കെ കണ്ടില്ല, അതുപോലുള്ളൊരു പ്ലേസ് ആണ് എടക്കാനം. ഇഫ് യു ആർ പാസിംഗ് ബൈ ഇരിട്ടി അല്ലെങ്കിൽ ഈ റൂട്ടിൽ പോകുന്നതാണെങ്കിൽ എടക്കാനം മസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. നല്ല പ്രകൃതിയോട് ചേർന്നിരുന്ന് പുഴക്കരയിലിരുന്ന് കാണാൻ പറ്റിയ ഒരുപാട് വിഷ്വൽസ് ഉണ്ട്.